ഇത് വിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഈ വരവ് ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ കഴിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയി ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചോളി. സിസേറിയന് മറ്റന്നാളാണ് 19 അപ്പോൾ അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകാനാണ്. അപ്പോൾ അവിടെ അംഗീകാരം പറയുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാരില്ല. ഗർഭിണികൾ ഉൾപ്പെടെ വലഞ്ഞു. പ്രസവത്തിനായി എത്തിയവരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ഡോക്ടർമാരില്ലാത്തതിനാൽ ഗർഭിണികളുടെ പ്രതിഷേധം. താലൂക്ക് ആശുപത്രിയിൽ 2 സീനിയർ കൺസൾട്ടന്റ്, 1 ജൂനിയർ കൺസൾട്ടന്റ് ഉൾപ്പെടെ 3 ഡോക്ടർമാരാണ് ഗൈനക്കോളജി വിഭാഗത്തിലുള്ളത്. ജൂനിയർ കൺസൾട്ടന്റ് വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയെടുത്തിരുന്നു. സീനിയർ കൺസൾട്ടുമാരിൽ ഒരാൾ ദീർഘകാല അവധിയെടുത്തു. സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പോയി. ഇവരുടെ അവധി സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ പകരം നിയമനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 3ാമത്തെ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. പകരം ഡോക്ടറെ നിയമിച്ചിട്ടില്ല. ഇതോടെയാണ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടറില്ലാത്ത അവസ്ഥയിലായത്. മറ്റൊരു ഡോക്ടറെ NRHMൽ നിയമിച്ചെങ്കിലും ഇവരും അവധിയിൽ പോയി. ഇതോടെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒറ്റ ഡോക്ടർമാരും ഇല്ലാതെ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. ദിവസേന 50ലേറെ പേർ ഗൈനക്കോളജി വിഭാഗത്തിൽ വരുന്നുണ്ട്. പ്രസവം അടുത്തെത്തിയവരും ഇതിനകം ഓപ്പറേഷനും പ്രസവത്തിനുമായി തീയതി നിശ്ചയിച്ചവരുമാണ് ഏറെ പ്രയാസത്തിലായത്. തിങ്കളാഴ്ച ഹെൽത്ത് ഓൺലൈൻ മുഖേന ഗൈനക്കോളജി വിഭാഗം OP ടിക്കറ്റ് എടുത്തവരും എത്തി. ഡോക്ടർമാരില്ലെന്ന വിവരം അറിയാതെയാണ് ഓൺലൈൻ സംവിധാനത്തിനും ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. 4 പേർക്ക് തിങ്കളാഴ്ചയിലേക്ക് പ്രസവത്തിനായി ഡോക്ടർ തീയതി കൊടുത്തിരുന്നു. ഇവർ എത്തിയപ്പോഴാണ് ഡോക്ടർമാർ ഇല്ലെന്നറിഞ്ഞത്. ഡോക്ടറെ കാണാനാകാതെ ഗർഭിണികൾ പ്രതിഷേധവുമായി ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിലെത്തി. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നതിനായി സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ അജിത് ഖാൻ റഫർ നൽകി. എന്നാൽ പ്രസവത്തിനും ശസ്ത്രക്രിയയ്ക്കും തീയതി നിശ്ചയിച്ചിരുന്നവരോട് പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറാൻ നിർദ്ദേശിച്ചത് വലിയ പ്രയാസമാണെന്ന് ഗർഭിണികൾ പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഒന്ന് അഡ്മിറ്റ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. അപ്പോൾ ജനറലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ കഴിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയി ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും വേണ്ടില്ല നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചോളി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചാൽ ഒരു എടുക്കൂല. അവർ എടുക്കോ പിന്നെ അവർ നമ്മൾ തട്ടി കളിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രസവം വേണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ഡോക്ടർ വന്ന് ഇവിടുന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ ഞങ്ങൾ അവിടെ പോയി ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ അവിടെ പോയിക്കാണ് ഞങ്ങളെ ഏൽപ്പിച്ച് തരണം. അത്രേ ഉള്ളൂ. അല്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. 6 മാസമായി എന്നാണ് ഡോക്ടറെ കാണിച്ചാലും ബിന്ദു ഡോക്ടറെ കാണിച്ചാലും ഒക്കെ കൊടുക്കുന്നത്. അത് ആദ്യം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ ഞങ്ങൾ സിന്ധു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് അങ്ങനെ എല്ലാം കൂടിയായി. പിന്നെ അവർ പോകുമ്പോൾ ഒരു ഇത് വിടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഈ വരവ് ഇങ്ങോട്ട് വരില്ലായിരുന്നു. കാരണം ഇവിടെ കാണിച്ചാലും കാരണം എന്താണ് നമ്മളെ കാലഘട്ടം കൊണ്ട് കാണിച്ചത്. കാരണം ഇവിടെ എപ്പോഴാണെങ്കിൽ സുഖം ഇല്ലാതിരിക്കും. ഞാൻ സർജറി കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരാ കേസുകളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് ഇവിടേക്ക്. ഇത് പ്രൈവറ്റിലായിരുന്നു 2 പ്രസവം കഴിഞ്ഞ് 3ാമത്താണ് പോയത്. ഒക്കെ സർജറിയാണ്. പിന്നെ ഡോക്ടർ മഞ്ചേരിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം. അതിന് പോകാനുള്ളൊരു തീരുമാനം ഇവിടെ ചെയ്തതാണ്. അതാണ് ഇന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ദിവസമാണ്. ഒന്ന് വന്നപ്പോൾ ഇവിടെ OP ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ആദ്യം എഴുതി തന്നതിന് ശേഷമാണ് അവർ പറഞ്ഞ ഡോക്ടറൊന്നും ഇല്ല എന്നുള്ളത്. അത് സിസേറിയന് മറ്റന്നാളാണ് 19. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകാനാണ്. അപ്പോൾ അവിടെ അംഗീകാരം പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പോകണില്ല. ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. മഞ്ചേരിയിലൊക്കെ ആളില്ലാത്ത ആളുകളൊന്നും ഇല്ല. തിരൂർ കാണിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് നീച്ചു ഒരുപാട് വേറെ ഓട്ടം കാര്യം ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അതാണ്. നിലവിൽ ഡോക്ടർമാർ ഇല്ലാതിരിക്കെ പുതിയ നിയമനം നടത്തും മുൻപേ ഡോക്ടറെ സ്ഥലം മാറ്റിയതും ഇവർ വിടുതൽ വാങ്ങിപ്പോയതും ഗർഭിണികൾ ചോദ്യം ചെയ്തു. സംഭവത്തിൽ CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം EP ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ അജിത് ഖാനുമായി ചർച്ച നടത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഗൈനക്കോളജി വിഭാഗത്തിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിച്ച് ഗർഭിണികൾക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും സ്ഥിരം നിയമനം സാധ്യമാക്കുന്നവരെ താൽക്കാലിക ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും CPM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.